ഷുഗറിനെ 10 ദിവസം കൊണ്ട് കൺട്രോൾ ആക്കുന്ന ഒരു കഞ്ഞിയാണിത്. ഇങ്ങനെയാണ് നമുക്ക് ഈ സാധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് അപ്പുച്ചേട്ടൻ്റെ ഷുഗറിനെ കുറിച്ച് എഴുതിയൊരു ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണിത്. ഇത് ആയിരക്കണക്കിന് കോപ്പിയാണ് വിറ്റുപോയത്. നിങ്ങൾക്ക് എത്ര കടുത്ത ഷുഗർ ആണെങ്കിലും 30 ദിവസം കൊണ്ട് ഒരു മെഡിസിനും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ കുറയ്ക്കാൻ കഴിയും. 120 ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിലാക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാലാണ് ഞാൻ വീണ്ടും നിങ്ങളുടെയൊക്കെ വന്നത്. അത് ആരൊക്കെ വന്നത്? അപ്പുച്ചേട്ടനൊക്കെ വന്നത്. അപ്പുച്ചേട്ടാ, നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഷുഗർ ഭയങ്കര പ്രശ്നമാണ്, അറിയാലോ. ഷുഗർ അപ്പുച്ചൻ ഞാൻ പറഞ്ഞതല്ല, യോഗ 70 ലക്ഷം പ്രമേഹ രോഗികൾ കേരളത്തിലുണ്ട്. 70 ലക്ഷം പ്രമേഹ രോഗികൾ കേരളത്തിലുണ്ടെന്നാണ് അപ്പുച്ചേട്ടൻ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 30 ദിവസം നിങ്ങൾ മരുന്നല്ല കഴിക്കുന്നത്, നിങ്ങൾ ആഹാരമാണ് കഴിക്കുന്നത്. ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ഷുഗർ കുറയ്ക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് അപ്പുച്ചേട്ടൻ്റെ കയ്യിലുള്ളത്. അപ്പുച്ചേട്ടൻ എന്താ സംഭവം? ഇത് ഷുഗർ റിവേഴ്സ് ഫുഡാണിത്. ഷുഗർ റിവേഴ്സ് ഫുഡ് അല്ലേ? ഇത് ലോ കാർബ് ഫുഡാണ്. അത് കാർബോഹൈഡ്രേറ്റ് കുറവാണ്, റിച്ച് ഫൈബറാണ്. അപ്പോൾ സ്ലോ ഡൈജഷൻ ആണ്. സാവധാന ബ്ലഡിലേക്ക് ഷുഗർ കയറുള്ളൂ. അതുപോലെ ഗ്ലൂട്ടോൺ ഫ്രീ ആണ്. ഇതിനകത്ത് ഗോതമ്പില്ല, അരിയില്ല, ഗ്ലൂട്ടോൺ ഫ്രീ ആണ്. അതുപോലെ ഒരു റിച്ച് ഫൈബറാണ്, റിച്ച് പ്രോട്ടീനാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ ശരീരം മെലിഞ്ഞു പോണ പ്രശ്നമാണ്, മസിൽ ലോസ്. ഇത് കഴിച്ചാൽ അത് ഉണ്ടാവില്ല. അതായത് നമ്മൾ പറയും നിനക്ക് എന്താ ഷുഗർ ഉണ്ടാ, നീ ഭയങ്കര മെലിഞ്ഞു പോയല്ല എന്ന് പറയത്തില്ലേ? അത് ആക്ച്വലി ഷുഗറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. പക്ഷെ അങ്ങനെയുള്ളൊരവസ്ഥയും ഇവിടെ ഇത് കഴിച്ചാൽ മാറും. കാരണം അവർക്ക് ആവശ്യമുള്ള മസിൽസ് കാര്യങ്ങൾ ആരോഗ്യം ഉണ്ടാകും. നിങ്ങൾക്ക് ഷുഗർ രോഗി എന്നാരും പറയില്ല, നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിലാണ് നമ്മൾ ഇത്ര എന്തൊക്കെ ഇവിടെ എല്ലാം ഇതൊക്കെ മുളപ്പിച്ച് സ്പ്രൗട്ടാണ് എല്ലാം. ഇത് ചെറുപയറാണ്, അത് മുളപ്പിച്ച് ചെറുപയർ, ഉലുവ, റാഗി, ഉലുവ എല്ലാം ഉണ്ട്. അതായത് 4 ഐറ്റംസ് മുളപ്പിച്ചുകൊണ്ട് 9 മില്ലറ്റുകൾ നവധാന്യങ്ങൾ. ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് നമ്മുടെ ഫുഡ്. ഒരു പ്രത്യേക കോമ്പിനേഷൻ നമ്മൾ ചെയ്തേക്കണെയാണ്. ഓരോ പ്രത്യേക റേഷ്യോയിൽ ചെയ്തേക്കണെയാണ്. ഇത് വെറുതെ കഞ്ഞി വെച്ച് സിമ്പിളാണിത്. ഇതൊരു 90 ഗ്രാമാണ് മാക്സിമം ഒരാൾ കഴിക്കേണ്ടത്. 90 ഗ്രാം വെറുതെ സാധാരണ കഞ്ഞി കൊണ്ടല്ല കഞ്ഞി വയ്ക്കുക. സ്വല്പം കോക്കനട്ട് അതിനകത്ത് അരച്ച് ചേർക്കുക. ഒരു കംപ്ലീറ്റ് ഫുഡ് ആവാൻ വേണ്ടി. അതുപോലെ സ്വല്പം ഗീ, നെയ്യിടുക. ഇഷ്ടമുള്ളവർക്ക്, ഇഷ്ടമില്ലാത്തവർക്ക് കുഴപ്പമില്ല, ചേർക്കുക. ഇത്ര മാത്രമാണ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് വെറുതെ നമുക്ക് കഞ്ഞിയായിട്ട് കുടിച്ചാൽ മതി. അവിയലോ തോരനോ മെഴുക്കൂട്ടോ മീൻ ഏത് കറിയും ഉപയോഗിച്ച് കഴിക്കും, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഷുഗർ കുറഞ്ഞു തുടങ്ങാൻ തുടങ്ങും. 1 വീക്ക് കൊണ്ട് കുറയും. ക്ഷീണവും തളർച്ചയൊക്കെ മാറും. നമുക്കൊരു ഉന്മേഷ ശരീരത്തിനുണ്ടാവും. അങ്ങനെ വളരെ എഫക്റ്റീവ്. അതുപോലെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ, കൈകാൽ പെരുപ്പ്, കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, ഇതൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും. അടിപൊളി. സമ്പൂർണ്ണ ആഹാരമാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. സമ്പൂർണ്ണ ആഹാരം, അതായത് കൊളസ്ട്രോൾ തൊട്ട് ലൈംഗിക പ്രശ്നങ്ങൾ തൊട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കൈകാലിന്റെ തരിപ്പ്, കൊളസ്ട്രോള് എല്ലാം അല്ലേ. ഞാനിതൊരു 30 വർഷമായിട്ട് നാച്ചുറോപ്പതി പഠിച്ചതാണ്, ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതാണ്. അന്ന് തൊട്ട് 30 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. 100 കണക്കിന് ആളുകൾക്ക് കേരളത്തിൽ കൊടുത്ത് വളരെ ഫലപ്രദമായിട്ട് എനിക്ക് കുറച്ചുകൊണ്ടിരാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അത് വെറുതെ പറയുന്നതല്ല, അപ്പുച്ചേട്ടൻ്റെ ഷുഗർ പേഷ്യൻസിന് വേണ്ടിയുള്ള ക്ലാസ് തന്നെയുണ്ട് അല്ലേ? ഇന്ന് ദിവസവും രാവിലെയും വൈകിട്ടും 2 ബാച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. യോഗ അധ്യാപനാണ്. ഒരു 10,000 പേരെ യോഗ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് പറയുന്ന അത്ര കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഓരോ ഫുഡും പ്രിപ്പയർ ചെയ്ത് ജനങ്ങളിലായിട്ട് എത്തിച്ചത്. അത് ഈ പറയുന്ന യോഗ ചെയ്യുന്ന ഒരുപാട് ഷുഗർ പേഷ്യൻസിൽ കൊടുത്തിട്ട് 100% സക്സസ് കിട്ടിയ ഒരു സാധനമാണ് ഈ സംഭവം. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ സാധനം എത്തിച്ചത്. കാരണം മരുന്ന് കഴിക്കാതെ ഷുഗർ മാറ്റാൻ പറ്റിയ ചെറിയ കാര്യമല്ല. ഇങ്ങനെയാണ് നമുക്ക് ഈ സാധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് ഈ ബോട്ടിൽ നമുക്ക് കിട്ടും. ഈ ബോട്ടിലാണ് നിങ്ങൾ അയച്ചു കിട്ടുന്നത്. ആക്ച്വലി അതിൻ്റെ അകത്തുള്ള സാധനം ഇതാണ്. ഇതിൻ്റെ അത് ഈ പറയുന്ന എല്ലാ ഐറ്റംസും ഈ എല്ലാ ഐറ്റംസും അടങ്ങിയ ഒരു സംഭവമാണിത്. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക. എന്തോരം എടുക്കണം? മാക്സിമം 90 ഗ്രാം. എനിക്കാണെങ്കിൽ ഒരു 70 ഗ്രാം മതി. 70 ഗ്രാം മതി. വയറനുസരിച്ച്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് 90 ഗ്രാം എന്ന് പറയുന്നത് നമ്മളിത് നമ്മുടെ കയ്യിൽ എപ്പോഴും അപ്രോക്സിമേറ്റ് അത് എത്ര സ്പൂൺ അങ്ങനെയുള്ള കണക്കാണ്? 3 സ്പൂൺ എടുത്താൽ 3 സ്പൂൺ. ഒരു 3 സ്പൂൺ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണത്. ഒരു 3 സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ 90 ഗ്രാം ആകും ഏകദേശം. അത് നേരെ ഈ ഒരു ബോട്ടിൽ നമുക്ക് 10 ദിവസത്തേക്കുള്ള ഫുഡാണ്. 10 ദിവസത്തേക്കുള്ള ഫുഡാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇതിലോട്ട് ഇടുമ്പോൾ മിക്സിയിലിടുക. നമ്മൾ വെറുതെ കഞ്ഞിയായിട്ട് വയ്ക്കുക. ഓക്കെ. കഞ്ഞി വാങ്ങി വെച്ചിട്ട് സ്വല്പം കോക്കനട്ട് അരച്ചതിനകത്ത് ചേർക്കുക. വാങ്ങി വെച്ച ശേഷം പിന്നെ ഗീ ഇഷ്ടമാണെങ്കിൽ സ്വല്പം ഗീ ചേർക്കുക. എന്നിട്ട് നമുക്ക് ഏത് കറി ഉപയോഗിച്ച് കഴിക്കാം സാധനം. ഈ 3 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 3 സ്പൂൺ ഇട്ട് വേവിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 3 സ്പൂൺ ഇടുക. സാധാരണ കഞ്ഞി വെക്കുക. അത്രേ കഴിക്കുള്ളൂ മാക്സിമം. കാരണം ഇതെല്ലാം തവിടുള്ള ധാന്യങ്ങൾ. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, തവിടുള്ള ധാന്യങ്ങളാ. റോ ആണ് ഇതെല്ലാം. ഞാൻ പ്രത്യേകം ചെയ്ത് കൊണ്ടുവരുന്ന സാധനം. അത് മാർക്കറ്റിൽ കിട്ടുന്ന ചാമ്യത്തിന് അല്ല. അത് ഇതിന്റെ കളർ കണ്ടില്ലേ, ഫുൾ തവിടാണത്. അപ്പൊ കൂടുതൽ കഴിക്കാൻ പറ്റില്ല നമുക്ക്.
വയറ്റിൽ കിടക്കും സാധനം കുറേ നേരം. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പം ഇതാണ് നമ്മുടെ സംഭവം. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്? ഇതൊരു വലിയ പാക്കാണ്. ഈ രീതിയിലാണ് പല പല ബോട്ടിലായിട്ട് ഇത് നമുക്ക് സാധനം കിട്ടും കേട്ടോ. ഈ സംഭവമാണ് നിങ്ങൾക്ക് കഴിച്ചാൽ ഈ പറയുന്ന ഷുഗർ 10 ദിവസം കൊണ്ട് മാറിത്തുടങ്ങും, കുറഞ്ഞു തുടങ്ങും. 30 ദിവസം ആകുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും. 90 ഡേയ്സ് ആകുമ്പോൾ കൺട്രോൾഡ്. അത് നിങ്ങൾ ഏത് അവസ്ഥയിലുള്ള ഷുഗറാണ് നിങ്ങൾ കഴിച്ചു നോക്കിയോ. ഇത് നമ്മൾ വരുന്നതേ ഇത് കണ്ട, ഇതിപ്പോൾ നമ്മൾ ആ കഞ്ഞി വെച്ചാണ് കണ്ട, ഇതുപോലെ ഇരിക്കും നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ കണ്ട. ഇതാണ് നമ്മുടെ ഷുഗർ റിവേഴ്സ് കഞ്ഞി. ഷുഗർ റിവേഴ്സ് കഞ്ഞി, അതായത് ഷുഗറിനെ 10 ദിവസം കൊണ്ട് കൺട്രോൾ ആക്കുന്ന ഒരു കഞ്ഞിയാണിത്. ഇത് ഫുള്ള് പ്രോട്ടീനും അതുപോലെ. അതെ, റിച്ച് പ്രോട്ടീൻ, റിച്ച് ഫൈബർ, സ്ലോ ഡൈജഷൻ, ഗ്ലൂട്ടോൺ ഫ്രീ. അടിപൊളിയാ. ആ തേങ്ങ ഇട്ടതിൻ്റെ ഒരു രസമുണ്ട് കേട്ടോ. ഞാൻ കഴിക്കട്ടെ. ഇപ്പം കഞ്ഞി രസമായിട്ടുണ്ട്. എനിക്ക് കഞ്ഞി ഇഷ്ടമല്ല, ഞാൻ എന്ത് ചെയ്യും? കഞ്ഞി ഇഷ്ടമല്ലാത്തവർക്ക് ഇത് പൊടിച്ചു കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാം. ഓ, ഈ സാധനം പൊടിച്ചാൽ മതി. അരച്ചു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കാം. ഈ സെയിം സാധനം. ഓ, ഈ സാധനം അരച്ചെടുത്താൽ ഇത് അരച്ചു കഴിഞ്ഞാൽ പുട്ട് അപ്പം ഉണ്ടാക്കാം. പൊടിച്ചു കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാം. അടിപൊളി. ഇനി ഉപ്പുകൊണ്ട് വേണമെങ്കിൽ ഉപ്പുകൊണ്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പം ചേട്ടാ, ഞാൻ കഴിച്ചിട്ടെ ഇപ്പം എല്ലാവരും ഷുഗർ വന്നാൽ അപ്പം കഴിക്കുന്ന ചപ്പാത്തിയാണ്. ചപ്പാത്തി കഴിച്ച് ഷുഗർ കുറയ്ക്കാൻ ചിന്തിക്കുന്നത്. കുറയുമോ ചപ്പാത്തി കഴിച്ചാൽ? അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഗോതമ്പിലുള്ളത് 73% ആണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. റൈസിലുള്ളത് 77% ആണ്. ആകെ 4% വ്യത്യാസമുള്ളത്. 4% വ്യത്യാസത്തിൽ എന്നും ഷുഗർ കുറയാനാ? അതാണ് പറയണത്. നമ്മൾ അറിഞ്ഞ് നമ്മൾ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഇതുപോലത്തുള്ള പ്രൊഡക്റ്റൊക്കെ അപ്പുച്ചനെ പോലുള്ളവരൊക്കെ പഠിച്ച് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കും. പക്ഷേ ഞാൻ പറയും, ഇതൊന്നും വേണ്ട, കഞ്ഞി അതിന് പ്രത്യേക ടേസ്റ്റാണ്. രാത്രി കഴിക്കാൻ അടിപൊളിയാണ്. വാങ്ങിച്ചോട്ടോ, ഉഗ്രന.